ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മിനി വ്ളോഗാണ്. വേറൊന്നുമല്ല, വീട്ടിലാരും തന്നെ ഇല്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡറാക്കി നമുക്ക് ബിരിയാണി വെക്കുന്നത്, അതും ചിക്കൻ ബിരിയാണി. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ മേടിച്ച സാധനമൊക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ അരി ഒന്ന് കുതിർക്കാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ 1 കിലോ അടുപ്പിച്ച് ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ, പിന്നെ കുറച്ച് ഉള്ളി, തക്കാളി, മുളക്. ഈ ഒരു മുളകാണ് കേട്ടോ, ബുള്ളറ്റ് ചില്ലി എന്ന് പറയും. ഇതാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം. സോ ഇതാണ് മേടിച്ചത്. ഇത് കുറച്ച് സ്പൈസി കൂടുതലാണ്, അതാണ് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ നമുക്ക് ഇനിയൊന്ന് കഴുകാം. ഇതിൽ കഴുകാൻ വേണ്ടി പ്രത്യേകിച്ച് ബ്ലഡൊന്നും അങ്ങനെ അധികം ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു വാഷ് ചെയ്തെടുക്കാൻ ഞാനൊരു 4-5 വട്ടം വാഷ് ചെയ്തെടുത്ത് കേട്ടോ. എന്നാലും അധികം ക്ലീൻ ആക്കാനൊന്നുമില്ല. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ പൊതുവേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. അപ്പോൾ കഴുകൽ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അപ്പോൾ ഞാൻ കുറേ അതിൽ ലെഗ് പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരെ ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി കട്ട് ചെയ്തിട്ട് കാണാം. അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് നേരെ ഒരു പ്ലേറ്റിലോട്ടങ്ങ് ഇടുക. ഇതാണ് നെക്സ്റ്റ്. ഞാൻ പക്ഷേ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ചധികം എടുക്കണമായിരുന്നു. പക്ഷെ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തക്കാളി അതിയായ വിശപ്പ് തോന്നിയപ്പോൾ ഞാൻ പ്രിങ്കിൾസ് ഓരോന്നായിട്ട് എടുത്ത് കഴിച്ചു. എന്നിട്ട് വീണ്ടും തക്കാളി മുറിക്കുകയായിരുന്നു. ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മേടിച്ച് വെച്ച് തന്നെയാണ് ഷെസൻ സോസ് എന്ന് പറഞ്ഞൊരു സോസാണ് കേട്ടോ. നല്ല അത്യാവശ്യം സ്പൈസിയാണ്. അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിച്ചു. ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഉള്ളി നേരെ വഴറ്റിയിട്ട് വെളുത്തുള്ളി, ഇഞ്ചി ഇത് ഞാൻ മിക്സിയിലേക്ക് പിന്നെ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് അടിച്ചിട്ട് നല്ല മിക്സാക്കി എടുത്തിട്ട് ഞാൻ നേരെ ഉള്ളിയിലോട്ട് ഇട്ടു. അപ്പോൾ അത് ഞാൻ നല്ലതുപോലെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നേരെ ചിക്കൻ ഇട്ടു. അപ്പോൾ ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് നേരെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ മസാല അതിൽ പിടിക്കണമല്ലോ. എന്നിട്ട് അതിൽ കുറച്ച് മല്ലിയില ഇടുക. അപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല കൊതി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് കാണാം. അപ്പോൾ അത് കിടന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് ബിരിയാണിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ നെയ്യ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കറുവപ്പട്ടയൊക്കെ നെയ്യിലിട്ടിട്ട് റൈസ് നമ്മൾ 1 കിലോ ആണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് നോക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വെന്ത് പോയി കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ഗൈസ്. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിക്കൻ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ റൈസ് ഇടും, പിന്നെ കുറച്ച് ഗീ ഒഴിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി അമ്മയുടെ ഒരു ഫേസിൻ്റെ എക്സ്പ്രഷനൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം.